ഇതെൻ്റെ കൃഷ്ണനാട്ടോ. ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ട പാവം എന്നല്ലേ തോന്നുള്ളൂ. എന്നാൽ ഈ കാണണത്ര പാവമൊന്നും അല്ലാട്ടോ. അവനവൻ്റെ കാര്യം നടത്താൻ നല്ല സാമർഥ്യം. ഇവിടെ കിട്ടുന്ന പൂവുകൾ വെച്ച് ഞാൻ എന്നും കണ്ണന് മാല കെട്ടി കൊടുക്കണേ. പക്ഷെ ആൾക്ക് എപ്പോഴും ഒരു ഇഷ്ടക്കൂടുതലാണ് മുല്ലപ്പൂവിനോട്. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി വരുന്ന വഴി ഞാനൊന്ന് ചെറിയമേ കയറി കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ നല്ല തിരക്കുള്ള ദിവസം കയറിയ കുറച്ച് സമയം എന്തായാലും പോവും. എന്നാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയമ്മയുടെ വീടിൻ്റെ ഗേറ്റ് എത്തിയപ്പോഴത്തേക്കും ഒരു തോന്നൽ ഒന്ന് കയറിയേക്കാം. കയറിയപ്പോഴാണ് അറിയണേ ചെറിയമ്മനെ കാത്തിരിക്കുക. ചെറിയമ്മനോട് പറഞ്ഞു, നീ അമ്പലത്തിൽ നിന്ന് പോണ്ടോന്ന് നോക്കിയിരിക്കുകയായിരുന്നു, ഞാൻ കണ്ടില്ലാച്ചാ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയണേ, എൻ്റെ സുധേ ഇന്നിവിടെ എത്രയാ മുല്ലപ്പൂ വിരിഞ്ഞതെന്നറിയോ. അപ്പോൾ ആ മുല്ലപ്പൂവൊക്കെ ഞാൻ പറിച്ചു വെച്ചിരിക്കുകയായിരുന്നു, നിനക്ക് കണ്ണന് മാല കെട്ടിക്കൊടുക്കാലോ എന്ന് വിചാരിച്ച്. നീ ഇന്ന് കയറിയില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമായേനെ. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ചെറിയമ്മ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. നേരെ വീട്ടിലേക്ക് നടന്ന് ഞാനാ ഗേറ്റ് എത്തിയപ്പോൾ കയറാന്നും പറഞ്ഞ് എന്നെ അവിടെ കയറ്റിയത് എന്തിനാന്ന് കണ്ടില്ലേ. ആ മുല്ലപ്പൂ കൊണ്ട് മാല കെട്ടി അണിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും എന്താ ഇദ്ദേഹത്തിനൊരു ഗമ. അവനവന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ട് മനസ്സിൽ തോന്നിപ്പിച്ച് സാധിപ്പിച്ചെടുക്കാനുള്ള ആ ഒരു സാമർഥ്യം, അത് സമ്മതിച്ചു കൊടുക്കാണ്ട് പറ്റില്ല കേട്ടോ.